അതോടൊപ്പം തന്നെ ഞാൻ ഒരാളെ കൂടെ ഒരുമിച്ച് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു ടേമാണ് അടുത്ത വീട്ടിലെ പയ്യൻ എന്നൊരു ടേം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ നമ്മളോട് അറ്റാച്ച് ചെയ്യുന്ന ശരിക്കും ആക്ടേഴ്സ് ഉണ്ട്. പക്ഷേ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരിയെ പോലെ തൊട്ടടുത്ത് നമുക്ക് അറിയാവുന്ന ഒരാളെ പോലെ ഉള്ള ഒരു കലാകാരിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, അത് വന്ന സ്ഥലത്ത് ഇപ്പോൾ നല്ലമോലയാണെങ്കിലോ അല്ലെങ്കിൽ അത് മുമ്പ് ചെയ്ത സിനിമയാണോ അതിനുശേഷം സിനിമയിലൊക്കെ എപ്പോഴും ഓഡിയൻസുമായിട്ട് കണക്ടിവിറ്റി വളരെ പെട്ടെന്ന് കിട്ടിയ ഒരു ആർട്ടിസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കല്യാണി പ്രിയദർശനെ. ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഷാബൂസിൽ പറഞ്ഞ AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ക്രിഷ് 3 പ്രൊഡക്ഷൻ സൈഡിൽ ഓക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇതിലേക്ക് വന്നു പ്രിയൻ സാർ പോലെ സർപ്രൈസ് ആയിട്ട് വിഷ്വൽസ് കണ്ടിട്ട് പറയുകയുണ്ടായി. One of the very promising artists which we have in South film industry, ladies and gentlemen, a huge round of applause to welcome this extremely talented artist, Miss Kalyani Priyadarsan. നസ്ലിൻ, എനിക്കത് പുതിയ പടത്തിന്റെ ലുക്കാണെന്ന് തോന്നുന്നു അല്ലേ? പുതിയ പടത്തിന്റെ ലുക്കാണോ? പുതിയ പടത്തിന്റെ ലുക്ക് മറച്ചു വെച്ചതാണ്. ഓഹോ, അത് ശരി. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി ഹാപ്പിയാണ് ഈ സ്റ്റേജിൽ നിൽക്കാൻ സാധിച്ചതിൽ. പ്രിയൻ സാർ പുള്ളി പോയി, പക്ഷേ ഞാൻ ഒത്തിരി ചെറിയ വാക്കുകൾ ഒത്തിരി ഹാപ്പിയായി. ചാക്കോച്ചൻ പിഷാരടി ചേട്ടൻ, സാബു സുധീർ സാർ, എല്ലാവർക്കും നന്ദി ഇവിടെ വന്നതിൽ. ട്രെയിലർ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിരിക്കും അരുൺ ചേട്ടൻ കാണിച്ചു തരുന്നത്. ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും വലിയ സ്ക്രീനിൽ ഭയങ്കര രസമുണ്ടായിരുന്നു. സ്വന്തം പടത്തിൻ്റെ ട്രെയിലർ കണ്ട് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി അത് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഈ പടം തിയേറ്ററിൽ ആരും മിസ് ചെയ്യാതിരിക്കുക. അത് തിയേറ്ററിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയായിരിക്കും. ഒരുപാട് പേരുടെ കഷ്ടപ്പാടും എഫേർട്ടും എല്ലാം ഇട്ടിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അറിയിക്കുക. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. അതുപോലെ ഇത് എന്താ പറയുക, ഒരു വേറൊരു ലോകം നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്ന ഒരു സിനിമയാണ്. ചന്ദ്രയുടെ ലോകത്ത് നസ്ലിൻ്റെ എങ്ങനെയാണ് എന്താണ് പറയാൻ പറ്റുക എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞാനും ചന്തും കുര്യനുമാണ് കുറച്ച് നോർമൽ ആയിട്ടുള്ള ആൾക്കാർ. ബാക്കിയെല്ലാം സിനിമയിലുള്ളവരെല്ലാം കുറച്ച് പ്രശ്നക്കാരാണ്. അത്രയും പറയാൻ പറ്റുള്ളൂ.